ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ഗലാത്യലേഖനം 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 6:24 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് ബഹുമാനിക്കണം. പലപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുവാൻ യോഗ്യനാകുന്നില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കുമ്പോൾ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. അതിന് പരിധിയില്ല. കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നമുക്ക് ആന്തരികമായ സന്തോഷവും സമാധാനവും ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ഹൃദയവും മനസ്സും സമർപ്പിക്കുക. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു അല്ലാതെ വിഗ്രഹ സമാനമായ മറ്റൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സുവിശേഷ പ്രവർത്തകർ അവരുടെ വേലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുവാനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തെ സേവിക്കുന്നത് ജനപ്രീതി നോക്കിയാകരുത്. പലപ്പോഴും മനുഷ്യരുടെ അംഗീകാരം ത്യജിക്കപ്പെടേണ്ടതായി വരും. ദൈവിക സത്യം വിളിച്ചു പറയുന്നത് അഭികാമ്യമായിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയല്ല വേണ്ടത്. കർത്താവിൻ്റെ വേലക്കാരായ അനേകർ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് ആക്രമണത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും ഒറ്റപ്പെടലിനും ഇടയായിത്തീരുന്നു. ഓർക്കുക, കർത്താവിൽ നിന്നുള്ള സന്ദേശം ഒരുപക്ഷെ മറ്റൊരുവനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലല്ലെങ്കിൽ കൂടി ആ സത്യം അറിയിക്കുകയും അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുകയും വേണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. അങ്ങനെ ദൈവപ്രസാദം ഏവർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് us all.